യെസ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പല ബിസിനസ് ഓണേഴ്സും നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് വന്നിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് വീഡിയോകൾ ചെയ്തിടുക എന്നുള്ള. കാരണം ഇനിയുള്ള കാലം വീഡിയോ ചെയ്താലേ കാര്യമുള്ളൂ, അല്ലാതെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെ. വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. എനിവേ നമ്മൾ വീഡിയോ ഇടണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ പല ആളുകളും ഞാൻ ഡെയിലി കണ്ടന്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ആ ബട്ടാണ് പ്രശ്നം അല്ലെ. ബട്ട് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോ മേ ബി സ്റ്റെക്കാണ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഈ ടോപ്പിക്കിന്റെ പ്രശ്നം, കണ്ടന്റിന്റെ പ്രശ്നം, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഇത് ആക്ച്വലി സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ നോർമലി റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും അല്ലെ. നമുക്ക് പല രീതിയിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പല ടോപ്പിക്കുകൾ, നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ്, നിങ്ങളുടെ ടിപ്സ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജേർണി പറയാം, നിങ്ങളുടെ സ്റ്റോറീസ് പറയാം, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പറയാം, നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് മേക്കിംഗ് വീഡിയോസ് പറയാം. അങ്ങനെ പല രീതിയിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ്, ചിലപ്പോൾ റീച്ച് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പം ഒരു ഇന്ററാക്ഷൻസ് കുറവായിരിക്കും. ഓക്കെ, ചിലപ്പോൾ കമന്റ് വരുന്നില്ല, ഫോളോവേഴ്സ് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പ്രോസസ്സാണ്. ഞാൻ ഇതിന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ പ്രോസസ്സിൽ മേ ബി നിങ്ങൾക്ക് ഇതിനൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റീച്ച് ആക്കാനും കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഒന്ന് സെയിൽ ഒന്ന് കൂട്ടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതൊരു ഓർഗാനിക് പ്രോസസ്സാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ടൈം എടുക്കും. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൊലിക്കെട്ടി വേണം. ഓക്കെ, അത് ബിസിനസ് ചെയ്യുന്ന തൊലിക്കെട്ടിയൊന്നുമല്ല. ഓൺലൈൻ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകളുടെ കമന്റ് ഫേസ് ചെയ്യാനും അവർ പറയുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യാനും അത് പേഴ്സണൽ ആയിട്ട് എടുക്കാതെ ഉള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ് പേഴ്സൺ എന്നുള്ള ലെവലിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇതിലേക്ക് വരരുത്. വീഡിയോ ചെയ്യാൻ ഇറങ്ങരുത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറിവിളി വരെ കേൾക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിന്റെ അൽഗോരിതത്തിനനുസരിച്ച് നമുക്ക് റീച്ച് ആവാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറയുന്നതാണ്, ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, തൊല്ലിക്കെട്ടി എന്നുള്ള സാധനം നമ്മൾ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ബിസിനസ് ഓണറാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും ഇവിടെ ഇല്ല. അത് വേണം എന്നല്ല. ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്കാണ് പോകണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിഫറെന്റ് മോഡിൽ നിങ്ങൾ വീഡിയോസുകൾ മേക്ക് ചെയ്തിട്ട് ഇടുക. അത് ആളുകൾ ചിലപ്പം പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ ആ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ന്യൂസ് വരെ കാണാറില്ലേ, ചിലപ്പോൾ അവര് ആദ്യം അതിന്റെ തലക്കെട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അറ്റൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള തലക്കെട്ടാ. അത് ആക്ച്വലി നെഗറ്റീവ് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഹുക്ക് എന്ന് പറയും. ഈ ഹുക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് റീച്ചൊക്കെ ഓർഗാനിക്കലി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാക്സിമം നമ്മളൊരു വീഡിയോ റീച്ച് ആവുന്നത് അതിന്റെ കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആവുമ്പോഴാണ്. ഓക്കെ, അതുപോലെ സേവ് റേറ്റ് കൂടുമ്പോഴാണ്, ആളുകൾ ഷെയർ ചെയ്യുന്നത് കൂടുമ്പോഴാണ്, ലൈക്ക് കൂടുമ്പോഴാണ്. ഇതിന്റെ ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആവാൻ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ആരും ഒറ്റയടിക്കൊന്നും ഫോളോ ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നിങ്ങൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്നതും അതിന്റെ ഹുക്കുകളും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ വളരെ ചീറി വന്നിട്ട് അല്ലെങ്കിൽ വലിയ വോയിസിൽ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു 6 സെക്കൻഡ് നിങ്ങൾ മേക്ക് ചെയ്താൽ മതി. ഓക്കെ, 6 സെക്കൻഡ് ആണ് ഏതൊരു വീഡിയോന്റെ അറ്റൻഷൻ എന്ന് പറയുന്നത്. ആ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വീഡിയോ കുറച്ച് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റീച്ചിലേക്ക് എത്തിക്കാം. ഓക്കെ, അതുപോലെ 10K-യും 10K-യും 1 million ഒക്കെ എത്തിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പ്രോസസ് ഇതാണ്, നിങ്ങൾ ഒരു തൊലിക്കെട്ടി കാണിക്കുക, കറക്റ്റ് ഹുക്ക് പ്ലേസ് ചെയ്യുക, ഒരു കുറച്ച് സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി അനലൈസ് ചെയ്യാനുള്ള ടൈം കാണുക എന്നുള്ളതാണ്. പല ആളുകളും പറഞ്ഞതിന്റെ പേരിലോ ഇതിങ്ങനെ ചെയ്താൽ ഇനിയിപ്പോ കിട്ടുള്ളൂ എന്നുള്ള പേരിൽ റീൽസ് ഇടുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഡി ആക്കി എടുക്കുക. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ
നമ്മൾ മറ്റൊരാളുടെ സഹായവും മറ്റൊരാളുടെ ട്രസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മളുടെ ചാനലോ നമ്മളുടെ അക്കൗണ്ടിലോ റീൽസിനും വ്യൂസും മറ്റു കാര്യങ്ങളും കൂട്ടാവുന്നതാണ്. അതാണ് സത്യത്തിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇതിന് സത്യത്തിൽ കൊളാബറേഷൻ ആണ്. ഓക്കെ, ഇത് പല രീതിയിലേക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഇൻഫ്ലുവൻസർ കൊളാബറേഷനുകൾ പല രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് ആണ്, ഈ ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മഞ്ഞളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണല്ലോ അല്ലെ. ഇതിൽ നമുക്ക് ഒരുപാട് റീൽസുകൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ റീൽസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഇൻഫ്ലുവൻസർ വെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ഓൾറെഡി നിങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടും പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ തന്നെ കുറച്ച് വീഡിയോസ് ചെയ്തിടണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സിന് ക്യാഷ് കൊടുത്ത് അവർ വന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വേസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ മേ ബി ഈ ഒരു ഇൻഫ്ലുവൻസർ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അയച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ അവരത് യൂസ് ചെയ്യുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ രീതിയിലായിരിക്കാം ഷെയർ ചെയ്യുന്നത് അല്ലെ, അവരുടെ വീഡിയോ എടുക്കുന്നത്. അതല്ല നിങ്ങളുടെ ഓഫീസിലേക്കോ നിങ്ങളുടെ പ്ലാന്റേഷനിലേക്കോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി പ്രൊഡക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇതിന്റെ മെത്തേഡ് കാണിച്ചിട്ട് ഇതിന്റെ ഇത് മണ്ണ് പറിക്കുന്നതോ അല്ലെങ്കിൽ ഫാമൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ ജെന്യൂൻ ആണ്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, കാരണം ഓർഗാനിക് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. ഇത് എന്ന് പറയുകയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം. അങ്ങനെ രണ്ട് ടൈപ്പില്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജോ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂസ് കൂടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസറിനെ കൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇത് എന്തിനു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കുക, മറ്റൊരാളുടെ സ്പീഡ് യൂസ് ചെയ്യുക. കാരണം ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഓൾറെഡി 10K 1 മില്യനോ അല്ലെങ്കിൽ 50K ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇയാളുടെ കൂടെ നമ്മൾ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അയാൾക്ക് കിട്ടുന്ന ആ ലീവറേജ് നമുക്ക് കൂടി നമ്മുടെ പേജിനും കൂടി കിട്ടും. അപ്പോൾ ആ ഒരു പേജും പ്ലസ് നമ്മുടെ പേജും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ റീൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതൊരു 60,000 വ്യൂസ് കിട്ടിയെന്ന് വെച്ചോ, ആ വ്യൂസ് നമ്മുടെ പേജിലും കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് അങ്ങനെ കൊളാബ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റീച്ച് കിട്ടും. നമുക്ക് ചിലപ്പോൾ ഒരു 1000 വ്യൂസേ കിട്ടുന്നുള്ളൂ, ഇവിടെ 64 വ്യൂസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ 1000 കൂടി കൂട്ടി എത്രയും 65. അപ്പൊ അങ്ങനെ നമുക്ക് വ്യൂസ് ടോട്ടൽ ചെയ്ത് കിട്ടും. അത് പേജിൽ റിഫ്ലക്ട് ആവും, അതിൽ കിട്ടുന്ന കമന്റും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടും. അപ്പൊ അതാണ് മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ഈ മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കുക എന്നത് എക്സാമ്പിൾ നമ്മൾ സെലിബ്രിറ്റിനെ കൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. മറ്റൊരാളുടെ ട്രസ്റ്റും അയാളുടെ ഫെയിമും അയാളുടെ ക്രെഡിബിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് യൂസ് ചെയ്യുന്നു. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് ടൈപ്പാണ്, ട്രസ്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഈ രണ്ട് മാർക്കറ്റിംഗ് കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് വരുന്നത് അല്ലെ. ഫസ്റ്റ് എന്തായിരുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. രണ്ട് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കാം, മറ്റൊരാളുടെ ഫെയിം യൂസ് ചെയ്യാം, മറ്റൊരാളുടെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് ഒരു 1ൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, 3x നമുക്ക് പെട്ടെന്നൊരു പ്രൊമോഷൻ, പെട്ടെന്ന് റീച്ച് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഒരാളെ വെച്ച് ചെയ്താൽ മതിയല്ലോ, ഓക്കെ എനിക്ക് റീച്ച് കിട്ടി, ഇപ്പൊ അത്യാവശ്യം കിട്ടി. അങ്ങനെയല്ല, ഈ ഒരു പ്രോസസ്സ് പല ബിസിനസ് ഓണേഴ്സും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പ്രോസസ്സാണ് ഒരു വീഡിയോ ചെയ്തിട്ട് അവർ നിർത്തും, എന്നിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവും പിന്നെ ഒന്നും ചെയ്യാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏതൊരു പ്രോസസ്സാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. നിങ്ങളൊരു ഒരു പ്രോസസ് ചെയ്യുന്ന സമയത്ത്, ബിസിനസ് ചെയ്യുന്ന സമയത്ത് 2 ദിവസം, ഇന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞ് 2 ദിവസം ക്ലോസ് ചെയ്ത് 3-ാമത്തെ ദിവസം തുറന്ന് അതിനൊരു 10 ദിവസം പിന്നെയും ക്ലോസ് ചെയ്ത് 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4 ദിവസം പിന്നെയും തുറന്നു, ഇങ്ങനെയാണോ ചെയ്യുക ബിസിനസ്? ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തല്ലോ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഓപ്പൺ ആക്കിയല്ലേ അത് നിങ്ങളുടെ സ്ഥാപനം ഉണ്ടെന്നുള്ള പബ്ലിക്കിലേക്ക് അറിയുക. അല്ലെങ്കിൽ പറയും അത് 2 ദിവസം മുന്നേ ക്ലോസ് ചെയ്ത് എടുക്കരുത്, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും.
അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആ കിട്ടിയ റീച്ചിനെ നിങ്ങൾ വീണ്ടും 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 എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ഇൻഫ്ലുവൻസറിൽ നിർത്താതെ ഒരു 5-10 ഇൻഫ്ലുവൻസറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും 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 ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് നഷ്ടമല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ആ ഒരു വീഡിയോ വന്നിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കും, അത് എത്ര വർഷം കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അത് വീണ്ടും വീണ്ടും റീച്ച് ആവുന്നതോറും അതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ റീച്ചിലാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തോ ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ്. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെയിൽ വരും, റീച്ച് വരും. ഈ റീച്ച് നിങ്ങൾക്ക് എത്ര ക്യാഷ് കൊടുത്താലും കിട്ടത്തില്ല, ഓർഗാനിക് റീച്ച്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറ്റൻഷൻ കിട്ടുകയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഒരാൾ വന്നപ്പോൾ ഇത്രയും ബെനിഫിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മാക്സിമം 4, 5, 10 ആൾ വന്നു കഴിഞ്ഞാൽ എത്ര ബെനിഫിറ്റ് കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ആ കിട്ടുന്ന ബെനിഫിറ്റ് മാക്സിമം ഷോർട്ട് ടൈമിൽ എടുക്കുക, ബെനിഫിറ്റ് കൂട്ടാൻ നോക്കുക. അല്ല, നിങ്ങൾ സ്വന്തം വീഡിയോ ആണെങ്കിൽ 365 ദിവസം ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ റീച്ച് ആകണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, അതൊരു ഇൻഫ്ലുവൻസർ മൈൻഡ് സെറ്റിലേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മറ്റൊരാളുടെ ലീവറേജ് എടുക്കുന്ന സമയത്ത് അതിന് കറക്റ്റ് ആയിട്ട് ഒരു 30 ഡേയ്സിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 365 ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്ന റിസൾട്ട് ഒരു വെറും 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തെ റിസൾട്ട് എടുക്കാൻ പറ്റും. ചിലപ്പോൾ 5 വർഷത്തെ റിസൾട്ട് നിങ്ങൾക്ക് വെറും 30 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 1 to 10% മിനിമം നിങ്ങൾ 30 ഡേയ്സിലേക്ക് എടുക്കുക, ഇൻഫ്ലുവൻസേഴ്സിന് എടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞില്ല. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ ഒരു 1 to 10% ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഈ ടൈപ്പ് വീഡിയോ ചെയ്യും, ഈ ടൈപ്പ് വീഡിയോ ചെയ്യും, ഈ ടൈപ്പ് വീഡിയോ ചെയ്യും. ഏത് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എന്ത് ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിൽ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, പക്ഷെ സെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പററി ആണ്. അപ്പത്തെ രീതിയിൽ നിങ്ങൾക്ക് സെയിൽ കിട്ടാനുള്ള. പിന്നെ ആ വീഡിയോ ആ ഇൻഫ്ലുവൻസറുടെ ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് മുകളിൽ ഒരു 4 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ വീഡിയോ എന്നുണ്ടെങ്കിൽ അതിനുശേഷം അവൻ വൈകിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അടുത്ത ദിവസം രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അടുത്ത ദിവസം ഒരു വീഡിയോ ഇട്ടു. എന്താ കാരണം ഇൻഫ്ലുവൻസേഴ്സിന് അറിയാം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നല്ല റീച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ അവർ 4, 5, 10 വീഡിയോ. അപ്പൊ ഇതിങ്ങനെ താഴേക്ക് പോകും അല്ലെ. അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് ഇതിന് റീച്ച് കുറയാൻ കൂടാം, അതാണ് ഈ വീഡിയോക്ക് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് താഴേക്ക് പോകുമ്പോൾ ഇത് കിട്ടുന്ന ആ ഒരു അപ്പത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ മാക്സിമം ബെനിഫിറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ടെമ്പററി സെയിൽ മാത്രം കിട്ടുക. ആ ഒരു 2 ദിവസവും 3 ദിവസവും 4 ദിവസവും മാക്സിമം ഒരാഴ്ചത്തേക്ക് മാത്രമേ സെയിൽ കിട്ടുള്ളൂ. കാരണം ആ വീഡിയോ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വീഡിയോസ് പുതിയത് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ മാക്സിമം ടെമ്പററി സെയിൽ നോക്കാതെ ഇതിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് ഒരു 65,000 വ്യൂസോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ട്, അത്രയും പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ നമ്മളുടെ ഇൻസ്റ്റാ പേജിന്റെ ഫോളോവേഴ്സ് കൂട്ടാൻ ഉപകരിക്കും നോക്കുക. കാരണം ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ഈസ് ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിന്റെ ഫോളോവേഴ്സ്, റീച്ച്, ഇതെങ്ങനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും നോക്കാം. അവരെ വെച്ച് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂട്ടാനും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും നോക്കുകയാണെങ്കിൽ ആ വന്ന ആളുകൾ, ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഫോളോവേഴ്സ് ആയിട്ട് വന്ന ആളുകളുണ്ടല്ലോ, അവര് അടുത്തൊരു 10 വർഷത്തേക്ക് അവരെ നിങ്ങളുടെ പേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ മഞ്ഞൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വീണ്ടും 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 വന്നോളും നമ്മളെ. അപ്പൊ അവരിലേക്ക് വീണ്ടും എന്ത് ചെയ്യണ്ട, പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഇൻഫ്ലുവൻസറെ വിളിക്കണ്ട. കാരണം എന്താ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി വലുതാവുന്നുണ്ടാവട്ടെ. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് സെയിൽ വരും. ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും കസ്റ്റമർ ഇൻഫ്ലുവൻസർ കൊളാബറേഷൻ വേണമെന്നില്ല. അപ്പൊ അതൊക്കെ ഒരു ടെമ്പററി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിന് ഈ ഫോർമുല നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമാണ് നിങ്ങൾ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ഇപ്പോൾ 1,00,000 പേരുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഇൻസ്റ്റയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നെ നിങ്ങൾ പുറത്തേക്ക് ക്യാഷ് കൊടുത്ത് മാർക്കറ്റ് ചെയ്യണോ, ഫേസ്ബുക്കിൽ കൊടുക്കണോ, വേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഞാൻ പറയുന്നു, ഈ രണ്ടാമത്തെ പ്രോസസ്സ് മറ്റൊരാളുടെ ട്രസ്റ്റ്, ഫെയിം, ക്രെഡിബിലിറ്റി ആയ അദ്ദേഹത്തിന്റെ ഫേസ് വാല്യൂ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ ആ കൊടുത്ത പൈസ നിങ്ങൾക്ക് കാലാകാലം മുതലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 10 സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും,
നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ എത്രത്തോളം നിങ്ങൾ ഓരോ ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ വരെ ആ ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ കൊണ്ടുത്തരും. കാരണം ആ ഓഡിയൻസ് നിങ്ങളുടെ കസ്റ്റമറാവും, കസ്റ്റമർ സെയിൽ കൊണ്ടുവരും, സെയിലിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും. അപ്പൊ ഒരു ടെമ്പററി സെയിൽ അല്ല, ഒരു ലൈഫ് ലോങ് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യാം. ലൈഫ് ലോങ് സെയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യാം. ലൈഫ് ലോങ് ലീഡ്സ് വരാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. ഇതായിരിക്കണം നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്നും ഫേസ്ബുക്കിന് പൈസ കൊടുക്കേണ്ടി വരും, എന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ചെയ്യേണ്ടതാണ് പ്രോപ്പർ ആയിട്ട് ഇൻഫ്ലുവൻസർ സ്ട്രാറ്റജികൾ ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുക. നോട്ട് ഫോർ സെയിൽ, യൂസ് ഫോർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് മാസം ഇങ്ങനെ ഇൻഫ്ലുവൻസറെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പല ബിസിനസ് ഓണേഴ്സും ചെയ്യുന്നത് എവറി മന്ത് ഒരു 5-6 ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് വർഷങ്ങളോളം ചെയ്യും. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അവർ സെയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസർ വന്നപ്പോൾ 2000 ഫോളോവർ കയറി, രണ്ടാമത്തെ ഇൻഫ്ലുവൻസർ വന്നപ്പോൾ ഒരു 3000 ഫോളോവർ കയറി, അപ്പോഴത്തേക്ക് 5000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വന്നു. ആ 5000 തന്നെ അടുത്തൊരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് സെയിൽ കൊണ്ടുതരും. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റി മെമ്പർ, ഓരോ ഫോളോവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയിലത്തെ കസ്റ്റമറാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് ചിലപ്പോൾ 500 സെയിലൊക്കെ ഈസി ആയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നത്, സീറോയിൽ നിന്ന് ഫോളോവേഴ്സിനെ കൂടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നത്. കാരണം ആ ഫോളോവേഴ്സ് ആണ് ഫ്യൂച്ചർ എന്ന് അവർക്ക് അറിയാം. ആ ഫോളോവേഴ്സ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. ആ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ബിസിനസ് ഓണേഴ്സ് അവർ വിളിക്കുന്നതെന്ന് പറയാം, അവർ പറയുന്ന ചാർജിന് വീഡിയോ ചെയ്യുന്നു പറയാം. അപ്പൊ നിങ്ങളും അത് തന്നെ മനസ്സിലാക്കുക. ഫോളോവേഴ്സ്, കമ്മ്യൂണിറ്റി ഈസ് പവർഫുൾ. അപ്പോ നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് കൊളാബറേഷൻ അല്ലെ, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് കൊളാബ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാണ്, സെയിലിന് വേണ്ടി ഫോക്കസ് ചെയ്യാം, കമ്മ്യൂണിറ്റി ബിൽഡും ചെയ്യാം അല്ലെ. അപ്പൊ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്പേഴ്സ് പ്രത്യേകം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ നമുക്ക് പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സീറോ കോസ്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്നും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. അപ്പൊ എന്താണ്, പണ്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ചെയ്യാം, ആഡ് ചെയ്യാം, പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് എന്ത് ചെയ്തു, ഡീകോഡ് ചെയ്തിട്ട് ഡെയിലി വീഡിയോസ് ആക്കി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് എത്തി. അത് നമുക്ക് ഈസി ആയിട്ട് ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഫേസ്ബുക്കിലും ചെറിയ രീതിയിൽ ആഡൊക്കെ കൊടുത്തിട്ട് ലീഡ് എടുക്കാം. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും മുന്നേ അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്തിരുന്ന സമയത്ത് എന്താണ് പ്രശ്നം ഞാൻ പറയാം, അവരെടുത്ത് പ്രോപ്പറായിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ഡെയിലി കണ്ടന്റ് ഇട്ടില്ല, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അസറ്റ് ഉണ്ടാവില്ല, കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. 4-3-5 ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും പോസ്റ്റ് ഇടുന്നുണ്ടാവും, കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് ലോഗോ ഒക്കെ വെച്ചിട്ടും ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പോസ്റ്റർ ഇട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഏത് കസ്റ്റമർ ക്ലോസ് ആവാനാണ്, അവർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യോ ഇല്ല. പക്ഷെ നിങ്ങൾ നമ്മുടെ പ്രോസസ്സിലേക്ക് വന്നതിന് ശേഷം വീഡിയോസ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പേജ് ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് പബ്ലിക്കിന് വേണ്ട കണ്ടന്റുകൾ അതിലുണ്ടാവും അല്ലെ. പബ്ലിക്കിന് ചിലപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു വിശ്വാസം വന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ ആഡ് അല്ലെങ്കിൽ ലീഡ് ആഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേജ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ഫെമിലിയർ ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലീഡുകൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലോസ് ആവാനുള്ള ചാൻസ്, പോസിബിലിറ്റി കൂടും. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലോസിംഗ് ചാൻസ് ഉള്ള ലീഡ് കിട്ടും. കാരണം എന്താ, ഈ ഇൻഫ്ലുവൻസർ ചെയ്ത വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഇവിടെ യൂസ് ചെയ്യാം. കാരണം ഏതൊരു ഓണറും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ജെന്യൂൻ ആയിട്ട് പറയുള്ളൂ, അല്ലെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിട്ട് പറയുള്ളൂ. അപ്പൊ ആ വീഡിയോ നമ്മൾ ആഡിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പരസ്യം പോലെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യരുത്. കസ്റ്റമറെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ജെന്യൂൻ ആയിട്ട് റിയൽ ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ചാൻസ് കൂടും, കിട്ടുന്ന ലീഡിന്റെ ക്വാളിറ്റി കൂടും. അത് തന്നെ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടിന് നിങ്ങൾക്ക് പരസ്യം ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഞാനത് പെർമനന്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, ടെമ്പററി നിങ്ങൾക്ക് വേണമെങ്കിൽ. നമ്മുടെ പ്രോബ്ലം എന്താണ്, സ്ലോ ആണ്, സ്റ്റെക്ക് ആണെന്നല്ലേ, അത് മാറ്റണമെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ചെറിയൊരു പുഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണം,
ഓക്കെ, നമുക്കിപ്പോ സ്റ്റെക്കാണ്, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ പേജ് ഇപ്പോ സ്റ്റെക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ റീൽസ് സ്റ്റെക്കാണ്, സെയിൽസ് വരുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷനിലേക്കും കൂടി നിങ്ങൾ മാറേണ്ടതുണ്ട്. ആ ഒരു ഓപ്ഷൻ ഈ വീഡിയോയിൽ തന്നെ പറയണോ? നിങ്ങൾ പറയൂ. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1x നിന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് 5x നിങ്ങളുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കൺസിസ്റ്റന്റ് അല്ല. ഓക്കെ, ഡിസിപ്ലിൻ ഇല്ല, ആക്ഷൻ എടുക്കില്ല. കുറച്ച് ദിവസം സെയിൽ കിട്ടിയ പിന്നെ സൂപ്പർ അടിപൊളി കണ്ട് പിന്നെ സ്റ്റെക്കാണ്. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ടെമ്പററി സെയിലിൽ ഫോക്കസ് ചെയ്യാതെ പെർമനന്റ് സൊല്യൂഷനിലേക്ക് പോവാ. നമ്മുടെ ഫാമിംഗ് മെത്തേഡിലേക്ക് വരിക. ഫാമിംഗ് മെത്തേഡ് മാത്രമേ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫ്രീഡം കൊടുത്തിട്ടുള്ളൂ. മാർക്കറ്റിംഗ് ഫ്രീഡം വേണോ, സെയിൽസ് ഫ്രീഡം വേണോ, കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് ഒഴുകണം, നിങ്ങൾ ഫാമിംഗിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫാമിംഗ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ടെക്നിക്കുകളൊക്കെ നമ്മുടെ CRM ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫാമിംഗിലൂടെ നിങ്ങൾക്ക് കസ്റ്റമർ വരണം, സെയിൽ കൂട്ടം പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ CRM വീഡിയോസ് കാണാം. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ അതോറിറ്റി ബിൽഡിംഗ് ആണ് അല്ലെ. അതോറിറ്റി ബിൽഡ് ചെയ്യുക. നമ്മളാണ് നമ്മുടെ മേഖലയിൽ ദ കിങ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പല സെലിബ്രിറ്റീസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വെക്കുന്നത് വീഡിയോയിലൂടെ മാത്രമാണ്. നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ട് കണ്ടിട്ടാണ് അവരുടെ ആ ഫേസ് നമ്മുടെ മൈൻഡിലേക്ക് കയറിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അവർ എന്താണ് ചെയ്യുന്നത്, പോഡ്കാസ്റ്റുകൾ ചെയ്യും അല്ലെ, പോഡ്കാസ്റ്റ് ഇന്റർവ്യൂസ്. അപ്പൊ ആരെയാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത്, വലിയ വലിയ ആളുകളെയാണ്. അപ്പോ നമ്മുടെ പല ബിസിനസ് ഓണേഴ്സും വിചാരിക്കുന്നത്, ഞാനൊരു കോടികളുടെ ബിസിനസ് ആവട്ടെ, ഞാൻ വലിയൊരു ബിസിനസ് ഓണർ ആവട്ടെ, ഞാനും പോഡ്കാസ്റ്റ് ചെയ്യും, ഞാനും എന്ത് ചെയ്യും, ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യും. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നോ അത് വെച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ആ ലെവലിൽ എത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോഡ്കാസ്റ്റ് ചെയ്യുക. ഈ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് എന്നുള്ളത് വലിയ ഫെയിം ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒന്നുമല്ല. ഈ സെലിബ്രിറ്റീസ് പോലും ജീവിക്കുന്നത് പല ബിസിനസ് ഓണേഴ്സിന്റെ ഇതുകൊണ്ട് തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോ സ്റ്റെപ്പ് 1 അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ റേഞ്ചിൽ എത്തിയില്ലേ, ഡോണ്ട് വറി. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അത് ഓൾറെഡി നിങ്ങൾ ഇന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വാല്യൂ ഒന്ന് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പോഡ്കാസ്റ്റുകൾ ചെയ്യണം. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ മാറണം. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. ഇതിനൊക്കെ ഇന്നിപ്പോ ഒരുപാട് സ്റ്റുഡിയോ ഫ്ലോറുകൾ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. കാരണം അതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടതാണ്. അവിടെ പോയിട്ട് നിങ്ങൾ നല്ല ആംബിയൻസിലെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് പേജിലിടുക. അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടും ആളുകളുടെ ഫേസ് വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങൾക്ക് തരുന്ന റെസ്പെക്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ നല്ലൊരു അതോറിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. ഇന്റർവ്യൂവിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എന്ന് പറയുന്നത് വളരെ പവർഫുൾ വെപ്പണാണ്. അതുകൊണ്ടാണ് ഇത് പല സെലിബ്രിറ്റീസിന്റെ മുഖം, ദുൽഖർ സൽമാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേർഡി മണി, ആസിഫ് അലി, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ അല്ലെ, ഹാഷിർ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഹാഷറൊക്കെ ക്ലിക്ക് ആയത് ഡെയിലി വീഡിയോസ് ഇട്ടിട്ടാട്ടോ. അപ്പോ അവര് തന്നെ പിന്നെ ഇൻഫ്ലുവൻസറായി വലിയ വലിയ ലെവലിലേക്ക് മാറി, പിന്നെ അതോറിറ്റി ബിൽഡ് ചെയ്തു. കാരണം 300 കോടി വരെ ഒരു രണ്ടാമത്തെ പടത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയ പവർ ഓഫ് സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ അതാ പറയുന്നത്, നിങ്ങൾക്കും കാരണം നമ്മൾ സെയിം ആയിട്ടല്ല പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഫെയിം ആവുന്നതിന് മുന്നേ തന്നെ ചെയ്താലാണ്. കാരണം നമ്മൾ ഏത് രീതിയിലാണോ നമ്മളുടെ ഓഡിയൻസിലേക്ക് അഡ്രസ് ചെയ്യേണ്ടത്, എത്തേണ്ടത്, അവരെങ്ങനെ നമ്മളെ തിരിച്ചറിയണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളാണ് അതിന്റെ തിരക്കഥ എഴുതുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സക്സസ് ആവാനോ വൈറലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. വൈറലായിട്ട് നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഓപ്ഷനാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്യാഷ് കൊടുത്താൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ സീറോ കോസ്റ്റ് അൾട്ടിമേറ്റ് എത്താൻ വേണ്ടി പോഡ്കാസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. എങ്ങനെ അറിയോ, എന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് വൈറലായിട്ട് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ വിളിക്കും, ഹായ് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് കുറെ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആദ്യം ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ വല്ല പബ്ലിക്കായിട്ടോ കോമിക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വൈറലായിട്ട് മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ, ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ക്യാഷ് ഒളിച്ച് ചെയ്യും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ ക്യാഷ് ഒളിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യുക, പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട മാക്സിമം ബെനിഫിറ്റ് ഇതിന് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും, ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങോട്ട് പോകും.
പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇവിടെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇതിനെ പിന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ എന്നും പിന്നെ ഇൻഫ്ലുവൻസറും എന്നും പോഡ്കാസ്റ്റും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ട്രസ്റ്റ് ദ പ്രോസസ്. എന്റെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് എവിടെയാണോ എത്തുന്നത് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ.